യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ചിന്തയിലൂടെയാണല്ലോ കടന്നുപോകാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് ദൈവരാജ്യം നമ്മളിലേക്ക് കടന്നു വരുന്നത് നമ്മൾ ദൈവവചനം കേൾക്കുമ്പോഴാണ്. ദൈവവചനത്തിന്റെ കേൾവിയിലൂടെയാണ് നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ കേൾവിക്കാരായ ആളുകൾ പല അവസ്ഥയിൽ ഉള്ളവരായതുകൊണ്ട് ആ അവസ്ഥകൾ ഓരോന്നും അവരുടെ കേൾവി എപ്രകാരമാണെന്ന് തീരുമാനിക്കാനിടയായിത്തീരും. ദൈവവചനത്തിൽ കർത്താവ് യേശുക്രിസ്തു തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട ഉപമയിലൂടെ 4 തരത്തിലുള്ള കേൾവിക്കാരെ കുറിച്ച് യേശു പറയുകയുണ്ടായി. അതിൽ വഴിക്ക് സമാനമായ കേൾവിക്കാരെ കുറിച്ച് യേശുക്രിസ്തു പറഞ്ഞത് അവർ കേൾക്കുന്നുവെങ്കിലും ഗ്രഹിക്കുന്നില്ല. അടുത്തതായിട്ട് യേശുക്രിസ്തു പറഞ്ഞത് പാറസ്ഥലത്ത് വീണ വിത്ത്, അതായത് പാറസ്ഥലം പോലെയുള്ള അവസ്ഥകളുള്ളവരായ ആളുകൾ. മണ്ണ് ഉണ്ടെങ്കിലും അധികം താഴ്ചയില്ലാത്തതിനാൽ, വേണ്ടവണ്ണം വെള്ളം അതിൽ ഇല്ലാത്തതിനാൽ കേൾക്കുന്ന ആ വാക്കുകൾ അല്ലെങ്കിൽ വചനങ്ങൾ അത് ഉണങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമ്മളിൽ അത് നിലനിൽക്കുകയില്ല. മൂന്നാമത്തെ അവസ്ഥ എന്ന് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത് മുള്ളിൻ്റെ ഇടയിൽ വീണതായ വിത്ത്. അത് സൂചിപ്പിക്കുന്നത് ഈ ലോകത്തിന്റെ വിചാരങ്ങൾ, കൺസേൺസ്, നമ്മുടെ ഉത്കണ്ഠകൾ, അതേപോലെ തന്നെ നമ്മുടെ സ്ട്രെസ്സുകൾ, നമ്മുടെ ടെൻഷനുകൾ, ഇവയെല്ലാം തന്നെ നമ്മളിൽ വളരെ ശക്തമായതുകൊണ്ട് കേൾക്കുന്ന ദൈവവചനത്തിന് വേണ്ടതായ ശ്രദ്ധ കൊടുക്കുവാൻ നമുക്ക് കഴിയാതെ വരുമ്പോൾ ഈ വിധമായ ചിന്തകളെല്ലാം നമ്മൾ കേൾക്കുന്ന വചനത്തെ ഞെരിച്ച് കളയുന്നതായ അനുഭവമുണ്ട്. തീർച്ചയായിട്ടും അവിടെ വചനം സ്വീകരിക്കപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മുടെയൊക്കെ അനുഭവത്തിൽ നമുക്കറിയാം, ഈ ലോകത്തെക്കുറിച്ചുള്ള ചിന്തകൾ, ധനത്തെക്കുറിച്ച് ചിന്തകൾ, നാളെ എങ്ങനെ നമുക്ക് ഫേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതായ ചിന്തകളൊക്കെ നമ്മുടെ ഉള്ളിൽ വന്നിട്ട് ഈ വചനം അത് വേണ്ട രീതിയിൽ നമുക്ക് വിശ്വസിക്കുവാനോ ഏറ്റെടുക്കുവാനോ അത് പ്രാവർത്തിക പദത്തിലേക്ക് കൊണ്ടുവരുവാനോ നമുക്ക് കഴിയാറില്ല. പക്ഷേ കർത്താവ് യേശുക്രിസ്തു 4-മതായിട്ട് പറയുന്നത് നല്ല നിലം, അതായത് ഒരുക്കപ്പെട്ടതായ ഈ വഴിക്ക് സമാനമല്ല. അതേപോലെ തന്നെ മുള്ള് തുടങ്ങിയതായ ഈ ലോകത്തിന്റെ കേഴ്സ്, ഈ ലോകത്തിന്റെ വിചാരങ്ങൾ, ഇതൊന്നും ഇല്ലാത്തതായ അവസ്ഥ. അതേപോലെ തന്നെ ഒരു വിത്തിനെ വഹിക്കുവാൻ വേണ്ടതായ മണ്ണ് ഉള്ളതുപോലെ തന്നെ നമുക്ക് ദൈവവചനത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുവാനും സന്തോഷത്തോടെ തന്നെ ദൈവവചനത്തെ നമുക്ക് ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനും കഴിയുന്നതായ അവസ്ഥ, അതാണ് നല്ല നിലം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ നമ്മൾ ഓരോരുത്തരും നല്ല നിലമായി തീരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നല്ല നിലമായി തീരുവാൻ, അതിനെ ഒരുക്കുവാൻ നമുക്ക് നമ്മിൽ തന്നെ സാധ്യമല്ല. മറിച്ച് നമ്മെ സഹായിക്കുന്ന ഒരു കർത്താവ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ദൈവവചനത്തിലൂടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്നതായ വചനം അത് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വചനമാണ്. അതേ ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള വചനമാണ്. നമ്മുടെ ഉള്ളിൽ അതിനെ സ്വീകരിച്ച് അത് നമ്മൾ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നതായ നിലയിലേക്ക് കടന്നു വന്നെങ്കിൽ മാത്രമേ നമ്മൾ കേൾക്കുന്ന വചനം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞല്ലോ, നമ്മൾ ഇന്നു മുതൽ ദൈവരാജ്യത്തിന്റെ ഉപമകൾ യേശു പറഞ്ഞതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ ഉപമകളിലൂടെ നമുക്ക് ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങളെ അറിയാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് നൽകും. ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 44-45 വാക്യങ്ങളെ ആസ്പദമാക്കിയുള്ള ചിന്തകളാണ്. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അതൊരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. അടുത്ത വാക്യം നമ്മൾ അടുത്ത ദിവസം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതാണ്. എന്നാൽ ഇന്ന് നമ്മൾ 44-ാം വാക്യത്തെ മാത്രമാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. നോക്കുക, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. കർത്താവ് യേശുക്രിസ്തു ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ വയലിൽ ഒളിച്ചു വെച്ച നിധി എന്നുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, പലസ്തീനികളായ കർത്താവ് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരും അതേപോലെ തന്നെ കൂടി വന്നവരായ പുരുഷാരത്തിനും അത് വളരെയധികം പെട്ടെന്ന് ഗ്രഹിക്കുവാൻ കഴിയുന്ന ഒന്നായിരുന്നു. കാരണം ആ കാലങ്ങളിലും അതിന് മുൻകാലങ്ങളിലും പലസ്തീൻകാരായ ആളുകൾ പൊതുവെ ചെയ്തിരുന്നൊരു കാര്യം, അവർക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന നിധികൾ, സമ്പത്ത് അവരുടെ എല്ലാമായ വയലിൽ അവർ ഒഴിച്ചു വെക്കുമായിരുന്നു. പക്ഷെ അത് കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. റബിനിക് നിയമങ്ങൾ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി സംസാരിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്.
അതായത് റബ്ബിമാർ ഉണ്ടാക്കിയ നിയമങ്ങൾ, സാമൂഹ്യമായ നിയമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമം ഇത് സംബന്ധിച്ച് ഉണ്ടായിരുന്നു. അത് ഒരു വയലിൽ ഒരു തൊഴിലാളി, ഒരു ഫാമർ, ഒരു കൃഷിക്കാരൻ, അവൻ കൃഷി ചെയ്യുന്നു. അങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യാദൃച്ഛിക അവനൊരു നിധി കണ്ടെത്തുന്നു. ആ നിധി കണ്ടെത്തുമ്പോൾ ആ തൊഴിലാളി ഈ ഒരു നിധി ആ വയലിൽ നിന്നും എടുത്തു പൊക്കിയാൽ അവന് ആ നിധി സ്വന്തമായി എടുക്കുവാൻ സാധിക്കുകയില്ല. കാരണം ആ യജമാനൻ്റെതാണ് ആ നിധി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഈ കേൾക്കുന്നതായ ആളുകൾക്ക് കർത്താവ് യേശുക്രിസ്തു പറയുന്നതായ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. നോക്കൂ, ഇവിടെ എന്താ യേശുക്രിസ്തു പറയുന്നത്? സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. ഇത് ഒളിച്ചു വെച്ചതാണ്. പക്ഷേ അത് ഒരു മനുഷ്യൻ കണ്ടു മറച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെ വിറ്റ് ആ വയൽ വാങ്ങി. നോക്കൂ, അവൻ നിധി അന്വേഷിച്ചു നടക്കുന്ന ഒരുവനായിരുന്നു എന്ന് നമുക്ക് ഇവിടെ തോന്നുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവൻ യാദൃച്ഛികയാണ്, അവിചാരിതമായിട്ടാണ് അവൻ ഈ നിധി കണ്ടെത്തുന്നത്. അവൻ ഈ നിധി കണ്ടെത്തിയപ്പോൾ എന്താണ് ചെയ്തത്? മറഞ്ഞിരുന്നതായ നിധി പിന്നെയും അവൻ മറച്ചു വെച്ചു. അതിനർത്ഥം ഇത് വേറെ ആരും കൊണ്ടുപോകാൻ പാടില്ല, ഇത് എൻ്റേതാണ് എന്നുള്ളതായ ഒരു തീരുമാനത്തിലേക്ക് ആ മനുഷ്യൻ കടന്നു വരുവാനിടയായി തീർന്നു. ഇതുപോലെ തന്നെയാണ് ദൈവരാജ്യവും. ഇവിടെ കർത്താവ് യേശുക്രിസ്തു ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്നതായ ഒരു ഉപമയാണ് പറയുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഈ നിധി ദൈവരാജ്യത്തെ പ്രതിനിധീകരിക്കുകയാണ്. വാസ്തവത്തിൽ ഈ ആത്മീകമായ അർത്ഥത്തിൽ ഈ വ്യക്തി കണ്ടെത്തിയത് ദൈവരാജ്യമാണ്. ദൈവരാജ്യം മൂല്യമുള്ളതാണ് എന്ന് ആ വ്യക്തി കാണുവാനിടയായി തീർന്നു. എന്ന് മാത്രമല്ല, ഈ നിധി തനിക്കുള്ള എല്ലാ സമ്പത്തിനേക്കാളും, തനിക്കുള്ള എല്ലാ നിക്ഷേപങ്ങളെക്കാളും ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് ഈ മനുഷ്യന് കാണുവാൻ കഴിഞ്ഞു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ദൈവരാജ്യം നമുക്കുള്ള എല്ലാ സമ്പത്തിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് കാണുന്നവർക്ക് മാത്രമേ ദൈവരാജ്യത്തിലേക്ക് അവർക്ക് പ്രവേശിക്കുവാൻ കഴിയത്തുള്ളൂ. നോക്കൂ, ഈ മനുഷ്യൻ എന്താണ് ആഗ്രഹിച്ചത്? ആത്മീയമായ അർത്ഥത്തിൽ കർത്താവ് യേശുക്രിസ്തു പറയുമ്പോൾ വളരെ വ്യക്തമായി നമുക്കൊരു കാര്യം മനസ്സിലാകും. ദൈവരാജ്യം സകല സമ്പത്തിനേക്കാളും വലിയ സമ്പത്താണ്. അങ്ങനെ നമുക്ക് എണ്ണുവാൻ കഴിയണം. അപ്പോൾ ഈ ഒരു ഉപമയിലൂടെ കർത്താവ് യേശുക്രിസ്തു നമ്മെ ഗ്രഹിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, നമുക്കുള്ള സമ്പത്തിനേക്കാളും ഏറ്റവും വലിയ സമ്പത്താണ് ദൈവരാജ്യം. പക്ഷേ ഇന്ന് നമുക്കറിയാം, ആളുകൾ പൊതുവെ ദൈവരാജ്യം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ദൈവദാസന്മാര്, സഭയുടെ ശുശ്രൂഷകന്മാര്, സുവിശേഷകന്മാര് പ്രസംഗിക്കുമ്പോൾ നമ്മൾ അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുകയില്ല. നമ്മൾ ചിന്തിക്കുന്നു, ഞാൻ ഇപ്പോൾ ചെയ്യുന്ന കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നത്, എൻ്റെ വരുമാനത്തിന് വേണ്ടി ഞാൻ അധ്വാനിക്കുന്നത്, എൻ്റെ വിജയത്തിന് വേണ്ടി ഞാൻ അധ്വാനിക്കുന്നത്, അതാണ് എനിക്ക് പ്രധാനം. എനിക്ക് മറ്റൊരു കാര്യത്തിനും സമയമില്ല. നോക്കൂ, ദൈവരാജ്യം അത് വിലപിടിപ്പുള്ളതാണ്, നമ്മുടെ സകല സമ്പത്തിനേക്കാളും വിലയേറിയതാണ് എന്ന് കാണുന്നവർക്ക് മാത്രമേ മറ്റെല്ലാത്തിനെയും ഒഴിവാക്കിയിട്ട് അവർക്ക് ദൈവരാജ്യത്തിനെ പ്രാധാന്യം കൊടുക്കുവാൻ കഴിയത്തുള്ളൂ. വിധക്കാരന്റെ ഉപമയിൽ നമ്മൾ കേട്ടതുപോലെ ദൈവരാജ്യം എന്നുള്ള വിഷയത്തിൽ ദൈവവചനത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഈ ലോകത്തിലെ വിചാരങ്ങളാണ്. നമുക്ക് സമയമില്ല, ഞാൻ മറ്റ് പലതിലും ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആണ്, അതുകൊണ്ട് എനിക്ക് ദൈവരാജ്യം എന്നുള്ള വിഷയത്തിന് പ്രാധാന്യം കൊടുക്കുവാൻ കഴിയത്തില്ല എന്നുള്ള ചിന്താഗതി പല ആളുകളിലും ഉണ്ട്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വേണ്ടതായ വിലപിടിപ്പുള്ള നിധിയാണ് നമ്മൾ ഒഴിവാക്കുന്നത് എന്നുള്ളതാണ് കർത്താവ് യേശുക്രിസ്തു ഇവിടെ വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവരാജ്യം എന്നുള്ളതായ ആ ശ്രേഷ്ഠമേറിയ നിധിയെ നിങ്ങൾ ഉപേക്ഷിക്കരുത്, അവഗണിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് തന്നെ ദൈവരാജ്യത്തിന്റെ ആ നിധിക്ക് പ്രാധാന്യം കൊടുക്കുന്നതായ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ കടന്നു വരണം. നോക്കൂ, ഈ മനുഷ്യൻ എന്താ ചെയ്തത്? അത് പിന്നെയും താൻ മറച്ചു വെച്ചിട്ട് ചെന്ന് തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് ആ വയൽ വാങ്ങി. വാസ്തവത്തിൽ ഈ വയൽ അവൻ വാങ്ങത്തില്ലായിരുന്നു. എന്തുകൊണ്ട് അവൻ വാങ്ങിയത്? ആ നിധി കണ്ടതുകൊണ്ട്. എന്ന് പറഞ്ഞാൽ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുവാൻ ഇടയായി തീർന്നു. നോക്കൂ, ആ വയൽ വാങ്ങിയാൽ തീർച്ചയായിട്ടും ആ നിധി ആ മനുഷ്യൻ്റെതായിട്ട് മാറും. എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിലും ദൈവരാജ്യത്തെ പ്രതി ഇന്ന് നമ്മൾ വിലപിടിപ്പുള്ളതായ കാര്യങ്ങളെയെല്ലാം നിസ്സാരമായി കണ്ട് ദൈവരാജ്യത്തിന് വില കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തെ അനുഭവിക്കാൻ കഴിയുള്ളൂ. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുമായിരിക്കും, ദൈവത്തിൻ്റെ ദാനം നമുക്ക് പണം കൊടുത്തു വാങ്ങിക്കാമോ?
അതല്ല ഇവിടെ കർത്താവ് ഉദ്ദേശിക്കുന്നത്. കർത്താവ് ഉദ്ദേശിക്കുന്നത് നമ്മൾ കൊടുക്കേണ്ടതായ വില. അതിന് ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. അതായത് ദൈവരാജ്യം എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നു, ദൈവരാജ്യം എന്നുള്ള ദൈവത്തിൻ്റെ ആ ദാനത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നു. പക്ഷേ മകൻ മകൾ അവരുടെ കാര്യങ്ങൾക്ക് ഞാൻ ദൈവരാജ്യം അന്വേഷിച്ചാൽ അത് തടസ്സമായി തീരും എന്ന് കണ്ടുകൊണ്ട് മകനെയോ മകളെയോ നിങ്ങൾ സ്നേഹിച്ചാൽ, അതുപോലെ തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും, എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. അതായത് നമ്മൾ കൊടുക്കുന്നതായ വില, അത് പണത്തെക്കുറിച്ചല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, മറിച്ച് നമ്മൾ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്ന കാര്യം. ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ കർത്താവ് യേശുക്രിസ്തുവിനെ അനുഗമിക്കാം, പക്ഷേ എൻ്റെ മകളുടെ വിവാഹം ഒന്ന് കഴിയട്ടെ, അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ വിവാഹം ഒന്ന് കഴിയട്ടെ, അല്ലെങ്കിൽ എൻ്റെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ ശവോടക്കൊന്ന് കഴിയട്ടെ, എന്നിട്ട് ഞാൻ കർത്താവിനെ അനുഗമിക്കാം. നോ, നിനക്ക് കർത്താവിനെ അനുഗമിക്കാൻ കഴിയത്തില്ല. നോക്കൂ, ആ നിധി കണ്ടെത്തിയതായ മനുഷ്യൻ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങി ആ നിധി അനുഭവിച്ചതുപോലെ ദൈവരാജ്യത്തെ അനുഭവിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ ജീവിതത്തിൽ വില കൊടുക്കുവാൻ തയ്യാറാകണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവരാജ്യത്തെ പ്രതി നിങ്ങൾ ഈ ലോകത്തിൽ ഉള്ള കാര്യങ്ങളെ നിസ്സാരമായി കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രാപിക്കുന്ന ധനം, സമ്പത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കും. അതുകൊണ്ട് ഈ മനുഷ്യനെ പോലെ നമുക്കും ജീവിതത്തിൽ വില കൊടുക്കാം, ആത്മീക നന്മകൾ, സ്വർഗരാജ്യം, ദൈവരാജ്യം അനുഭവിക്കുവാൻ. അതെ, ആ ദൈവരാജ്യത്തിൽ നമുക്കുള്ള ക്ഷണം കർത്താവ് യേശുക്രിസ്തു നമുക്ക് നൽകുകയാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ ആരെങ്കിലും ഈ ദൈവരാജ്യത്തിന് അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സുവർണാവസരമാണ്. അതെ, ഈ ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് സാധ്യമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ചില ആളുകൾ ദൈവവചനം കേട്ടിട്ട് ഞാൻ പിന്നീട് തീരുമാനിക്കാമെന്ന് പറയാറുണ്ട്. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് അങ്ങനെ തീരുമാനിക്കാൻ കഴിയത്തില്ല. ദൈവവചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ഇപ്പോൾ തന്നെ സന്ദർശിച്ചുവെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് തൊട്ടെങ്കിൽ, ഈ നിമിഷം തന്നെ നിങ്ങൾ തീരുമാനത്തിലേക്ക് കടന്നു വരണം. അതാണ് ദൈവത്തിൻ്റെ ഹിതം എന്ന് പറയുന്നത്. ഒരിക്കലും വഴിക്ക് സമാനമായി മാറരുതേ. നമ്മൾ വചനം കൈക്കൊണ്ടു നമ്മൾ തീരുമാനമെടുക്കാൻ താമസിച്ചാൽ പിശാചി വന്ന് ഈ വചനം എടുത്തുകൊണ്ട് പോയിട്ട് പിന്നീട് നമുക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്തതായ അവസ്ഥയിലേക്ക് കടന്നു വരും. അതുകൊണ്ട് ഇന്നലെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് ഒരു തീരുമാനമെടുക്കാം. അതെ, ഈ ദൈവരാജ്യത്തെ അനുഭവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞാൻ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. കർത്താവ്, ഈ വചന നിമിത്തമുള്ള ആത്മീക വിടുതലുകൾ അങ്ങയുടെ മക്കൾ യേശുവിൻ്റെ നാമത്തിൽ അനുഭവിക്കട്ടെ. ആരെങ്കിലും ദൈവരാജ്യത്തിൻ്റെ ആ ഒരു സന്തോഷത്തിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ, കർത്താവ്, ഇന്ന് തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ പ്രാധാന്യം കൊടുക്കുന്ന വിഷയങ്ങളെക്കാളും കാര്യങ്ങളെക്കാളും ഏറ്റവും അധികം വിലപിടിപ്പുള്ളതാണ് ദൈവരാജ്യമെന്നും, കർത്താവ്, ഇന്ന് പ്രാധാന്യം കൊടുക്കുന്ന കാര്യങ്ങളെ വളരെ നിസ്സാരമായി കണ്ട് ദൈവരാജ്യത്തിന് പ്രാധാന്യം കൊടുക്കുവാൻ തക്കോണം നീ അങ്ങയുടെ മക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.